പണം അത് മാത്രമാണ് തങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് ആശമാർ ആവർത്തിച്ചു പറയുകയാണ്. റിനു ശ്രീധരമുണ്ട്. റിനു, ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിന്റെ ഏത് കവാടത്തിന് മുന്നിലാണ് റിനു ഉള്ളത്? പ്രധാന കവാടങ്ങളെല്ലാം ഇപ്പോൾ പോലീസ് പൂട്ടി സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ ഈ കവാടങ്ങൾക്ക് മുന്നിൽ ആശമാർ നിരന്നു നിൽക്കുന്നു. എത്രത്തോളം ആശമാർ ഈ സമരത്തിൽ, സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുക്കുന്നു എന്നാണ് ഒരു കണക്ക്? സ്മൃതി, ഞാനുള്ളത് സെക്രട്ടേറിയറ്റിന്റെ സമരഗേറ്റ് എന്നറിയപ്പെടുന്ന പ്രധാന കവാടത്തിന് മുന്നിലാണ്. ഏകദേശം അരമണിക്കൂറിന് മുമ്പാണ് ആശാപ്രവർത്തകർ, ഏകദേശം നമുക്ക് വിരളിൽ എണ്ണാവുന്നതിനപ്പുറം രാവിലെ ഏകദേശം 100 ആശാവർക്കർമാർ മാത്രമാണ് ഇതിന്റെ മുന്നിൽ ഉണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ 1000-ലധികം ആശാവർക്കർമാരായി മാറിയിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തി എന്നുള്ളതാണ് അവർ തന്നെ അവകാശപ്പെടുന്നത്. 1000-ലധികം ആശാപ്രവർത്തകർ ഇപ്പോൾ ഈ ഉപരോധ സമരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഈ ആശാപ്രവർത്തകർ ഒന്നും തന്നെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് എത്താതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള സകല പണിയും, അതായത് 18 അടവും രാവിലെ പോലീസ് പയറ്റിയിരുന്നു. കാരണം ബേക്കർ ജംഗ്ഷൻ, അതുപോലെ തന്നെ വാൻഡ്രോസ് ജംഗ്ഷൻ, അതുപോലെ പാളയം പ്രദേശം, ഒപ്പം തമ്പാനൂരിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന വിവിധ റോഡുകൾ, ഇതെല്ലാം തന്നെ ബാരിക്കേഡുകൾ വെച്ച് അടച്ച്, ഒപ്പം ഡിവൈഡറുകൾ വെച്ച് ക്ലോസ് ചെയ്തുകൊണ്ട് കൃത്യമായി പോലീസ് നിരീക്ഷണം, പോലീസ് പരിശോധന, അതിനുശേഷം സെക്രട്ടേറിയറ്റിൽ അടക്കമുള്ള ജീവനക്കാരുടെ ID കാർഡ് കാണിച്ചെങ്കിൽ മാത്രമേ അകത്തേക്ക് കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതുമാണ്. ഇത്തരം ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടും ഇപ്പോൾ ആശാപ്രവർത്തകർ വലിയ രീതിയിൽ ഇവിടേക്ക് ഒഴുകിയെത്തി MG റോഡും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിന്റെ പ്രധാന കവാടവും ഉപരോധിക്കുന്ന, ഈ റോഡിൽ കിടന്ന് ഉപരോധിക്കുന്ന ഒരു സാഹചര്യമാണ്. KK രമ MLA ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അവർ സംസാരിക്കും, ഉദ്ഘാടനം കൊണ്ട് സംസാരിക്കും എന്നുള്ളതാണ്. എന്തായാലും വലിയ പ്രതിഷേധം, നമുക്ക് വിവിധ ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട്, അവരുടെ ശമ്പള വർധന ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ ഈ ഒരു സമരത്തിലേക്ക് പോയത്. അനാവശ്യ സമരമല്ല, ഇത് ആവശ്യ സമരമാണ് എന്നുള്ളതാണ് അവർ പങ്കുവയ്ക്കുന്നത്. കാരണം 21,000 പിരിയുമ്പോൾ 5 ലക്ഷം, ഇതാണ് അവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. തങ്ങൾക്ക് മുൻപിലുണ്ടായിരുന്ന 10 നിബന്ധനകൾ അത് ഒഴിവാക്കണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വച്ചിരുന്നു. ആവശ്യങ്ങളുമായുള്ള സമരത്തിൽ കേന്ദ്രത്തിന് മുന്നിൽ സമരം ചെയ്യൂ നിങ്ങൾ, കേരളമല്ല നിങ്ങളുടെ ശമ്പള വർധന നടപ്പാക്കേണ്ടത് എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. ഇൻസെന്റീവിന്റെ കാര്യത്തിൽ കേന്ദ്രം അനുകൂല നിലപാടെടുക്കുമെന്നുള്ള സൂചനകൾ നൽകിയെങ്കിലും അതിന്മേൽ വ്യക്തമായ ഒരു പ്രതികരണമൊന്നും കേന്ദ്രത്തിന്റെ ഭാഗത്തും ഇല്ല. പക്ഷേ ഓണറേറിയം വർധന അത് സംസ്ഥാനത്തിന്റെ ചുമതലയാണ്, അതിലാണ് തങ്ങൾക്ക് വർധന ഇപ്പോൾ വേണ്ടത്. സംസ്ഥാനത്തിലാണ് ഞങ്ങൾ പണിയെടുക്കുന്നത്, സംസ്ഥാനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പണിയെടുക്കുന്നത്, അതുകൊണ്ട് ഞങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം, 21,000 രൂപയാക്കണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രകടന പത്രികയിലെ വാഗ്ദാനമായ 21,000 രൂപ, ദിവസം 700 രൂപ എന്ന അന്തസ്സുള്ള തുകയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. 230 രൂപയാണ് നിലവിൽ ദിവസം ഒരു ആശാവർക്കർക്ക് ലഭിക്കുന്നത്. അവർ ചെയ്യുന്ന തൊഴിലിന്റെ സ്വഭാവം 2005 നിന്നും 2025 എത്തുമ്പോൾ അത് ഒരു മുഴുവൻ ദിവസ പണിയാകുന്നു. ആ ജോലിയിൽ സമയക്രമമില്ല. രാവിലെ മുതൽ രാത്രി വരെ നീളുന്ന വ്യത്യസ്തങ്ങളായ ജോലികളിലൂടെ കടന്നു പോകുന്ന ആശമാർ കോവിഡിന്റെ കാലത്തും നിപയുടെ കാലത്തും ജനങ്ങളെ ചേർത്ത് പിടിച്ച ആശമാർ, ആ ആശമാരെ പുകഴ്ത്തിയ സർക്കാരാണിപ്പോൾ അവരെ തെരുവിൽ നിർത്തിയിരിക്കുന്നത്, വെയിലിൽ നിർത്തിയിരിക്കുന്നത്, മഴയത്ത് നിർത്തിയിരിക്കുന്നത്. ഈ ആശമാർ തങ്ങളുടെ ആവശ്യം അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറയുമ്പോൾ ഈ സമരത്തെ അപഹസിക്കുന്ന പ്രതികരണങ്ങൾ ഭരണപക്ഷത്തു നിന്നും വരുന്നു. SUCI നടത്തുന്ന സമരം അത് അരാജക സമരമാണെന്ന് പറയുന്നു. നേരത്തെ തങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതേ വിഷയം ഉന്നയിച്ച് നടത്തിയ സമരം അത് കേരളത്തിൽ ഭരിക്കുന്ന സംസ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ അരാജക സമരമായി മാറുന്നു CITU-വിന്. അതാണ് തങ്ങൾ ചോദ്യം ചെയ്യുന്ന ആശമാർ പറയുന്നു. 36ാം ദിവസത്തിൽ സമരം എത്തി നിൽക്കുമ്പോഴാണ് സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ടുള്ള ഉപരോധ സമരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഈ സമരം പൊളിക്കാൻ, ഈ സെക്രട്ടേറിയറ്റ് വളയൽ സമരം പൊളിക്കാൻ വേണ്ടി ഇന്ന് ആശമാർക്ക് പാലിയേറ്റീവ് കെയർ പരിശീലന പരിപാടി ആരോഗ്യവകുപ്പ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ പാലിയേറ്റീവ് കെയർ പരിശീലന പരിപാടിയിൽ എത്രത്തോളം പേർ പങ്കെടുക്കുമെന്നാണ് അറിയേണ്ടത്. വിരലിലെണ്ണാവുന്ന ആശമാരാണ് സമരത്തിലുള്ളത്. ഭൂരിപക്ഷവും ജോലിക്ക് കയറി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് സർക്കാരിന്റെ വാദം. അതാണോ എന്ന കണക്കുകൾ ഇനി വരാനിരിക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അതിൽ ചെറിയ കണക്കല്ല ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ 4 കവാടങ്ങളും വളഞ്ഞ ആശമാരുടെ സമരം പുരോഗമിക്കുകയാണ്. ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം ഉദ്ഘാടനം ചെയ്യുന്നത് KK രമയാണ്. KK രമ അവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സുനിഷ,
വലിയ പ്രതിഷേധം 36-ാം ദിവസത്തിലെത്തി നിൽക്കുമ്പോഴും ക്ഷീണമില്ലാതെ ആ പ്രതിഷേധം തുടരുക തന്നെയാണ്. സമരനായക മിനിയെ കാണാം ദൃശ്യങ്ങളിൽ. സുനിഷ, ഈ സമരം സെക്രട്ടേറിയറ്റ് ഉപരോധം അത് ഉദ്ഘാടനം ചെയ്യാൻ കെ രമ അവിടെ എത്തിക്കഴിഞ്ഞോ? എന്താണ് കാണാനാകുന്നത്? ഉദ്ഘാടനത്തിനായി കെ രമ ഏതായാലും സമരവേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണാം. 1000-ലധികം ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപരോധിക്കുന്ന ഒരു കാഴ്ചയാണ്. നിലവിൽ സെക്രട്ടേറിയറ്റിന്റെ സമര ഗേറ്റിന് മുന്നിലായിരുന്നു ഉപരോധം. തൊട്ടു പിന്നാലെ തന്നെ MG റോഡ് പൂർണ്ണമായും ഉപരോധിക്കുന്ന സ്ഥിതിയാണ് ഈ കാണുന്നത്. ഈ കിടന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധം, നേരത്തെ തന്നെ ഇവിടെയൊക്കെ തന്നെ നിരവധി ആളുകൾ ഇരുന്നിട്ടുണ്ടായിരുന്നു. അവരോട് കിടന്ന് തന്നെ, അതായത് ഈ റോഡിൽ കിടന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കണമെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് നമുക്കിവിടെ കാണാനും കഴിയുന്നത്. ഈ പറഞ്ഞതുപോലെ 36 ദിവസമായി, കറക്റ്റ് ഫെബ്രുവരി 10-ാം തീയതി തുടങ്ങിയ സമരമാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ. പക്ഷെ 36 ദിവസമാകുമ്പോൾ പോലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു നിലപാടും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് സമരത്തിന്റെ ശക്തി വ്യാപ്തി കൂട്ടുകയും ചെയ്യുന്നത്. അതായത് നേരത്തെ തന്നെ ഈ ഓണറേറിയത്തിന്റെ മാനദണ്ഡങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യം മാത്രമാണ് സർക്കാർ പാലിച്ചിരുന്നത്. ഒപ്പം തന്നെ ഓണറേറിയത്തിന്റെ കുടിശ്ശിക തീർക്കുകയും ചെയ്തു. പക്ഷേ ഇവരുടെ 21,000 രൂപയായി വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ്. അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് ആശാവർക്കർമാർ ഇങ്ങനെ സമരത്തിലേക്ക് കടക്കുന്നത്. നേരത്തെയും നമ്മൾ സമാനമായി മഹാസംഗമമടക്കം കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലൊരു സംഭവം, ഒരു ഉപരോധിച്ചുകൊണ്ട് ഒരു റോഡ് മുഴുവൻ വളഞ്ഞുകൊണ്ട് ഒരു സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്തരമധികം ഒരു ഗേറ്റ് തന്നെ വളഞ്ഞുകൊണ്ട് ഉപരോധിച്ചുകൊണ്ടുള്ള സമരം അതാദ്യമായാണ് കാണുന്നത് എന്നതാണ്. രാവിലെ മുതൽ തന്നെ സെക്രട്ടേറിയറ്റ് പരിസരത്തും ഈ ഭാഗത്തേക്ക് വരുന്ന ഓരോ വഴികളിലും പോലീസിന്റെ വലിയൊരു സുരക്ഷാ വിന്യാസം തന്നെ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. പോകുന്ന ഓരോ വാഹനങ്ങളും പരിശോധിച്ച് കടത്തിവിടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഈ കന്റോൺമെന്റ് ഗേറ്റിലേക്ക് പ്രധാനമായും ജീവനക്കാരായാലും മറ്റു മന്ത്രിമാരായാലും ഉദ്യോഗസ്ഥരായാലും കടന്നു പോകുന്ന പ്രധാന ഗേറ്റ് കന്റോൺമെന്റ് ഗേറ്റാണ്. ഈ കന്റോൺമെന്റ് ഗേറ്റിലേക്ക് ആശാപ്രവർത്തകർ പ്രതിഷേധവുമായി എത്താതിരിക്കാനുള്ള സംവിധാനങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് രാവിലെ 6 മണിയോടുകൂടി തന്നെ ഈ കന്റോൺമെന്റ് ഗേറ്റിലേക്ക് പോകുന്ന 3 വഴികളും ബാരിക്കേഡ് വെച്ച് അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു പ്രവർത്തനം കൂടി നമ്മൾ കണ്ടതാണ്. അങ്ങനെ പോലീസിന്റെ പൂർണ്ണമായ വിന്യാസം ഈ സെക്രട്ടേറിയറ്റിന്റെ ഓരോ പടിക്കലും ഓരോ ഗേറ്റിന് മുന്നിലും നമുക്ക് കാണാൻ കഴിയുമെന്നതാണ്. ഏതായാലും സമരത്തിന്റെ ശക്തി കൂടുന്നു. ഇനി അങ്ങോട്ട് ഈ സമരത്തിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്, കാരണം 36-ാം ദിവസമാണ് ഇത്തരത്തിൽ പൂർണ്ണമായും ഗേറ്റ് ഉപരോധിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് പൂർണ്ണമായും ഗതാഗതം സ്തംഭിപ്പിച്ചുകൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്ക് ആശാവർക്കർമാർ കടന്നിട്ടുള്ളത്. നേരത്തെ എല്ലാം സമരം ചെയ്യുമ്പോഴും ഒരു ചെറിയ ഭാഗത്തിൽ സമരം നടത്തുന്നു, കൂടുതൽ ആളുകൾ സംഗമിക്കുമ്പോൾ പോലും വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സംവിധാനങ്ങൾ ഒരു ഭാഗത്ത് തയ്യാറാക്കാറുണ്ടായിരുന്നു എന്നതാണ്. പക്ഷേ ഇത്തവണ അതൊന്നും തന്നെ ഇല്ലാതെ സമരത്തിന്റെ ശക്തി കൂട്ടുന്നു എന്നതിന്റെ സൂചനയായി തന്നെയാണ് MG റോഡ് പൂർണ്ണമായും